ഹലോ ഗേൾസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ഞാനൊരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ കൂടെ വന്നത്. നമ്മളൊരു കസിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പം എന്താ ഒരു സാധാരണ നമ്മളൊക്കെ ഒരു കുളം കണ്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കുളമല്ലേ കണ്ടേക്കണത്. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു കുളമൊന്നുമല്ല കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. 1, 2, 3 പടവുകൾ അവിടെ ഉള്ളത്. കുറച്ച് പേർക്ക് തൃശ്ശൂർ ഏരിയയിലുള്ളവർക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഞാൻ ഇത്രയും സാധാരണ ഒരു ചെറിയാണെങ്കിൽ പോലും കണ്ടേക്കുന്നത് ഒരു ചെറിയ ഒരു കുറച്ച് സ്ഥലത്ത് മാത്രമല്ലേ. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ നല്ല വിശാലമായി ഭയങ്കര അടിപൊളിയാക്കി അത്ര നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കുന്ന ഒരു പടവ്, ഒരു കുളം കാണിച്ചു തരാം കേട്ടോ. ഇത് ഭംഗിയാന്ന് നോക്കിക്കേ. നിങ്ങളൊന്ന് 2 ഏക്കർ സ്ഥലത്താണ് ഇത് ചെയ്തേക്കണത്. ഇവിടുത്തെ MLAയുടെ സംഭാവനയാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, കലക്കിയിട്ടുണ്ട്, അടിപൊളി. ഞാൻ നിങ്ങളെ കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നിങ്ങളെ കൂടി ഇത്രയും വലിയൊരു കുളം ഇതുപോലെ മനോഹരമായിട്ട് കെട്ടിയെടുത്ത് ഇങ്ങനെ പടവുകളൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തേക്കണം കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടിച്ചു തരാം കേട്ടോ. അങ്ങറ്റത്തൊരു പടവ്, അതെ ഇവിടെ ഒരു പടവ്, ഇത് കണ്ടോ. പിന്നെ പടവ് അതവിടെ. അപ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ വശത്ത് നമ്മുടെ ഈ റോഡ് സൈഡിൽ ഇപ്പോൾ ഇവിടെ ഇല്ലേ, ഈ റോഡിലൂടെ ഇവിടെ തന്നെ ഈ ഭാഗത്ത് തന്നെയായിട്ടാണ് ഈ 2 കുടവുകൾ. പിന്നെ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം ഉള്ളു കേട്ടോ. അപ്പോൾ ഒന്നും നോക്കിക്കേ, എന്തൊരു രസം. നമുക്ക് ഈ 2 ഏക്കറിൽ ഒരു കുളം വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 5 അടി മുകളിൽ വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. 5 അടിയിൽ എത്രയോ ഞാനവിടെ ചോദിച്ചായിരുന്നു. അപ്പോൾ എത്ര 18 അടി താഴ്ചയോ അങ്ങനെയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അത് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ, ഇത് ഉറവ് വെള്ളം മാത്രം കേട്ടോ, വേറെ ഇതൊന്നും വരുന്നതല്ല, ഉറവ് വെള്ളമാണ്. അപ്പോൾ ഇവിടെ മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. രക്ഷിതാക്കളുടെ കൂടെ അല്ലാതെ കുട്ടികളൊന്നും കുളത്തിലിറങ്ങാൻ പാടുള്ളതല്ല. സെക്രട്ടറി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞ് മുന്നറിയിപ്പും ബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. നീന്തലൊന്നും അറിയാൻ പാടില്ലാത്തവരൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് പണി കിട്ടും. അതുകൊണ്ട് അങ്ങനെയൊന്നും പിള്ളേരൊന്നും വന്ന് ഇറങ്ങി ചാടുകയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വളരെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാമല്ല, അടിപൊളിയായിട്ടുണ്ട്. എന്തു രസമാണെന്നറിയാമോ. അത് വെള്ളം കണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. വെള്ളത്തിൻ്റെ ഭംഗിയല്ല, നല്ല ക്ലീനായിട്ട് കിടക്കണം, നല്ല നീല കളറിൽ ഇങ്ങനെ ഒരു അഴുക്കൊന്നുമില്ലാതെ ഇത്ര നന്നായിട്ട് ഇത് കെട്ടി കരിങ്കല്ലൊക്കെ ഇട്ട് കെട്ടി അത് ചെയ്തേക്കണം. നോക്കിക്കേ, രസമല്ലേ. ആ വീടായിട്ട് ഇതിന് തൊട്ട് നേരെ ഓപ്പോസിറ്റുള്ളതാണ് നമ്മുടെ കസിൻ പാസ്റ്റർ വീട്ടിൽ വന്നതാണ് ഇവിടെ. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ അറിയാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് അവിടെ. അതുകൊണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല തണവ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത്രയും ചൂടുണ്ടായിട്ടും നല്ല കൂളിംഗ് ആണല്ലോ. അന്നേരമാണ് പറഞ്ഞിങ്ങനെ ഇത്ര 2 ഏക്കറിൽ നമ്മുടെ തൊട്ട് ചേർന്ന് കാണുന്ന ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത്രയും തണുപ്പ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഇതൊന്ന് ഇറങ്ങി കണ്ടേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പോൾ ഇവിടെ വേറെ ആവശ്യത്തിനൊന്നും ഇതിനകത്തുനിന്ന് വെള്ളമൊന്നും കൊണ്ടുപോകണമെന്നോ കാര്യങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം എന്തെങ്കിലും വെള്ളത്തിന് ക്ഷാമോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് വെള്ളം എടുക്കുമായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളവും കാര്യങ്ങളൊന്നും വേറെ ഒരു സ്ഥലത്തേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഇറങ്ങി കുളിക്കാൻ തോന്നണം, എന്തൊരു രസമാണ്. അയ്യോ, അതിനകത്ത് ഇറങ്ങി ചാടി നീന്തി കുളിക്കാമെന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പക്ഷേ രക്ഷയില്ലല്ലോ. അപ്പോൾ നമുക്ക് കുളിക്കാനൊന്നും നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മളിത് കണ്ടു പോവുക എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ വന്ന് കുളിക്കാനും നീന്തൽ പഠിക്കാനും എല്ലാ സൗകര്യമുണ്ട്. കുഞ്ഞു കുട്ടികളൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണമെന്ന് മാത്രം. എന്തായാലും കൊള്ളാം, എനിക്കങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല അത്യാവശ്യം താഴ്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അതിങ്ങനെ പരന്നൊഴുകണം കാണാൻ നല്ല രസമാണേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും, പേജ് ഫോളോ ചെയ്യാത്തൊരു പേജ് ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഇനിയും കാണുമ്പോൾ ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.
ഹലോ, ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഒരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിന് 18 അടി താഴ്ചയെ കുറിച്ചും 5 അടി വെള്ളത്തിൻ്റെ കാര്യവും. അപ്പോൾ അങ്ങനല്ല, കറക്റ്റായിട്ട് ഇതിനകത്ത് 20 അടി താഴ്ചയാണ് ഈ ചിറ. 20 അടി താഴ്ചയിൽ അതിനകത്ത് ഇപ്പം 15 അടി വെള്ളമുണ്ട്. 5 അടിയും കൂടിയാണ് ഇനി അത് മുകളിലേക്ക് വെള്ളം നിറയാനുള്ളൂ. അപ്പോൾ 5 അടിയും കൂടി വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 20 അടി വെള്ളം, അതായത് കംപ്ലീറ്റ് അത് ഫുൾ ഫില്ലാവും. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു 18 അടി താഴ്ചയാണ്. 18 അടി താഴ്ചയല്ല, 20 അടി താഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ മന്ത്രി രാജൻ ആണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തേക്കുന്ന, മന്ത്രിയുടെ ഇതിലുള്ളതാണ്. റവന്യൂ മന്ത്രി രാജൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇതാട്ടോ. എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെയും ആ ഒരു മിസ്റ്റേക്ക് വന്നതൊന്ന് ക്ലിയർ ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം നമുക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വീണ്ടും അതൊന്നും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിങ്ങനെയാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ മൊത്തം മുള്ളായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഒരു കൈപ്പത്തിയോളം വലുപ്പമുള്ള നിറച്ച് മുള്ളുകൾ നിൽക്കുമായിരുന്നു എന്നാട്ടോ പറഞ്ഞത്. ആ മുള്ളുകളെല്ലാം അത് JCBക്ക് മൊത്തത്തിൽ കളഞ്ഞ് ഇളക്കി മറിച്ച് ആണ് അത് ആ രീതിയിലാക്കിയെടുത്ത് അത് സംഭവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രത്തോളം അറിവുകളൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഒരു ദിവസം തന്നെ ഒരു 50 പേര് കുട്ടികൾ ഒക്കെ എല്ലാവരുമായിട്ട് വരുന്നുണ്ട്. അവിടെ നീന്തൽ പഠിക്കാനും മറ്റുമായിട്ട് 19 പേരോളം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, ഡെയിലി അങ്ങനെ വരുമെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവിടെ അടുത്തുള്ളവർക്കൊക്കെ കുളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം അലക്കാനും വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ വന്ന് നല്ല സൗകര്യമായ ഒരു സംഭവം തന്നെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം എന്ത് രസമല്ലേ, നീല കളറല്ല പച്ച കളർ വെള്ളം. ഞാൻ നീല കളറെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അടിയിൽ നീല ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന് നീല കളറാവും. പക്ഷെ ഇപ്പം നല്ല അടിപൊളി പച്ച കളറിൽ ആണ് ആ വെള്ളം ഇങ്ങനെ പരന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീനറി കാര്യങ്ങളൊക്കെ എന്ത് രസമാണെന്നറിയാമോ. ഇനിയിപ്പോൾ അവിടെ അവർ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു പാലം പോലെ ഒരു ഇത് പോകുമെന്ന് പറഞ്ഞാൽ, നടപ്പാത പോലെ അപ്പുറത്തോട് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലൊക്കെ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളും ചെയ്യാനൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ഭയങ്കര രസമായിരിക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ തൊട്ട് ചേർന്ന് തന്നെ അവിടെ പിള്ളേരുടെ പാർക്കും കൂടി വരുന്നുണ്ട്. അതിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അധികം വൈകാതെ തന്നെ അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി പാർക്കും കൂടി വരുന്നതായിരിക്കും. അപ്പം അധികം വൈകാതെ ഈ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ള ഈ ചിറ ഇതിൻ്റെ കാഴ്ചയുടെ ആ ഒരു എന്നാ പറയണേ, അതിമനോഹരമായ ഈ ഒരു സംഭവത്തിലേക്ക് ഇപ്പം വിദേശികളും മറ്റുള്ളവരെല്ലാവരും, അതായത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകാനും സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്.